2 പച്ചവാഴക്കൊക്കെ എടുത്തു വെച്ചിട്ട് രാവിലത്തെ പരിപാടി എന്താണെന്നറിയോ? ഇതൊന്ന് വറക്കാൻ പോവാ, ഫ്രൈ ആക്കാൻ പോവാ. എല്ലാരും ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇന്ന് മഴയൊക്കെ പെരിയ മഴയെന്ന് പറഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പോലും പറ്റാത്ത അത്ര മഴയാണ്. നിങ്ങൾക്ക് സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പം വെറുതെ ഇരുന്നപ്പം 2 കായ എടുത്തിട്ട് വറുത്ത് തിന്നും. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബായു. ഇത് നമ്മള് മസാലയൊക്കെ പുരട്ടിയാ വറുക്കുന്നത് കേട്ടോ. അതിന് ഞാൻ എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങളാണ്: ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 സ്പൂൺ ഉണ്ട്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് നമ്മുടെ സ്പെഷ്യൽ ഒരു ബീഫ് മസാലയാണ്. പിന്നെ ഒരു നുള്ളു കായപ്പൊടി. ഈ ബീഫ് മസാലയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഉണ്ടാക്കും. മോക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുണ്ട്. അപ്പം അത് ഒന്നും കൂടെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേരും കേട്ടോ. പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, വറുത്തെടുക്കാൻ ഇതൊക്കെ മതി. ആദ്യം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. തൊലി കളയുന്നില്ല കേട്ടോ, ഇങ്ങനെ എടുക്കുന്നുള്ള. കനം കുറച്ച് ചിരിച്ച് ഒത്തിരി കനം വെക്കരുത്, കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഇതൊരു 5 മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ. എന്നിട്ട് നല്ല പോലെ പതച്ച് കഴുകി എടുക്കണം കേട്ടോ. കറ എല്ലാം കളയണേ. നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാവേ. മുളക് പൊടി, ബീഫ് മസാല, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി. പിന്നെ നമ്മൾ ചേർക്കുന്നത് എന്നാന്നറിയോ? കുറച്ച് കോൺഫ്ലവർ, നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാവേ. പിഞ്ച് വെളിച്ചെണ്ണ, നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്യാവേ. ഇനി ഇതിനകത്ത് 1 സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഒഴിക്കുന്നത്. ഇതൊരു ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നമുക്കിതിനകത്തോട്ട് നമ്മുടെ കായ അങ്ങോട്ട് ഇടാം. എനിക്ക് ഈ കൈ കൊണ്ടൊന്ന് ഇളക്കിയാലേ ഒരു സമാധാനമുള്ളൂ. അതുകൊണ്ടില്ലേ നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ചും കൂടെ ഒന്ന് ഇളക്കാവേ. ഇനി 10-15 മിനിറ്റ് ആയി കേട്ടോ നമ്മുടെ മസാല പുരട്ടി വെച്ചിരിക്കുന്നേ. ഇനി എന്താ, ഒരു ചീനച്ചട്ടി എടുത്ത്, ഇരുമ്പിന്റെ ചട്ടി എടുത്ത് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഓരോന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കായൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. കോരിയെടുക്കാം. കായെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയേ. കഴിക്കാനും അതുപോലെ തന്നെ കേട്ടോ. ഇനി അതിനൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരു ഇച്ചിരി സവാള ഒന്ന് വറുത്തെടുക്കാവേ. ഫ്രൈ ആയി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തേ. അതിൻ്റെ കൂടെ 2 വറ്റൽമുളകും കൂടെ മുറിച്ചിട്ടു. അങ്ങനെ നമ്മുടെ സവാള വറുത്തതും വറ്റൽമുളകും കറിവേപ്പില എല്ലാം കൂടെ വറുത്തൊന്ന് ചുമ്മാ, ഒരാവശ്യമില്ല, ഒരു ഗാർണിഷിന് വേണ്ടി ഒരു ഈ വറുത്തതും ഒരു വാഴക്കയും എല്ലാം കൂടെ കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് കടിച്ചു തിന്നുമ്പോ ഒരു സുഖം. എല്ലാരും ഉണ്ടാക്കി നോക്കണം, സൂപ്പറാ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.